ഒരു രാജ്യം ഒരു നികുതി എന്ന മുദ്രാവാക്യവുമായി സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ സാമ്പത്തിക പരിഷ്കാരം നിലവിൽ വരാൻ ഇനി 2 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. മറ്റന്നാൾ മുതൽ ചരക്ക് സേവന നികുതി മാത്രമേ ഈടാക്കാൻ കഴിയൂ. മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പിൽ പക്ഷേ എല്ലാ പഴുതുകളും അടച്ചുവെന്ന് കേന്ദ്ര സർക്കാർ പോലും അവകാശപ്പെടുന്നില്ല. എങ്കിലും നികുതി നിർണയത്തിലെ ഏകീകരണവും നികുതി പിരിക്കലിലെ സുതാര്യതയും നികുതി ചോർച്ച തടയാനും കണക്കുകൾ സൂക്ഷിക്കുന്നതിലെ അശാസ്ത്രീയത തടയാനും സഹായിക്കുമെന്ന പ്രതീക്ഷ ഏറെയാണ് ഇപ്പോൾ. നാളെ അർദ്ധരാത്രി പാർലമെന്റ് ചേർന്ന് GSTയുടെ പ്രഖ്യാപനം നടത്തുമ്പോൾ അതും ചരിത്രത്തിന്റെ ഭാഗമാകും. കേന്ദ്ര സർക്കാർ നിലപാടിനെ എതിർക്കുന്നതിൽ പ്രതിപക്ഷ പാർട്ടികളിലും ഇപ്പോൾ ഭിന്നത നിലനിൽക്കുകയാണ്. വിവിധ മേഖലയിലെ പ്രതീക്ഷകളും ആശങ്കകളും പങ്കുവയ്ക്കുന്നതിനു വേണ്ടി നികുതി വിദഗ്ധനായ പ്രശാന്ത് ജോസഫ്, ക്രെഡായുടെ പ്രതിനിധിയായ രഘു രാമചന്ദ്രൻ, മലബാർ ഗോൾഡ് ചെയർമാനായ MP അഹമ്മദ്, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ സെക്രട്ടറിയായ അസീസ്, ഒപ്പം തന്നെ ഹോട്ടൽ പാരഗൺ ഉടമയായ ഉണ്ണികൃഷ്ണൻ എന്നിവർ ചേരുകയാണ് ഈ ചർച്ചയിൽ. ഒപ്പം ധനമന്ത്രി തോമസ് ഐസക്, MP മാർ എന്നിവരെയും ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുകയാണ്. പ്രശാന്ത്, ഇപ്പോൾ ഇക്കാര്യത്തിൽ പ്രശാന്ത് ജോസഫ്, ഒരു രാജ്യം ഒരു നികുതി, ഇതാണ് മുദ്രാവാക്യം എങ്കിലും പൂർണ്ണമായും ആ രീതിയിൽ അല്ലല്ലോ ഇപ്പോൾ നികുതി നിർണ്ണയിച്ചിരിക്കുന്നത്. ഒരു ഉൽപ്പന്നത്തിന് ഒരു നികുതി, ഇതാണ് ഇപ്പോഴത്തെ തീരുമാനം. അല്ലാതെ മറ്റു രാജ്യങ്ങളിലെ പോലെ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ 10% നികുതി എല്ലാ വസ്തുക്കൾക്കും, സിംഗപ്പൂരിൽ 6%, ഇങ്ങനെ ആണ് GST എങ്കിൽ ഇന്ത്യയിൽ വന്നപ്പോൾ ഒരു ഉൽപ്പന്നത്തിന് ഒരു നികുതി, ഈ രീതിയിലുള്ള ഏകീകരണമാണ് നടത്തിയിരിക്കുന്നത്. ഇപ്പോഴുള്ള ആശങ്കകൾ വ്യാപാരികളും വ്യവസായികളുമൊക്കെ പങ്കുവയ്ക്കുന്നത്, അതും എല്ലാവരും പങ്കുവയ്ക്കുന്നു എന്നല്ല, ചിലരെങ്കിലും പങ്കുവയ്ക്കുന്നുണ്ട്. അത് പൂർണ്ണമായും ഈ GSTയെക്കുറിച്ച് മനസ്സിലാകാതെ പോകുന്നതും അർത്ഥസത്യങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നു എന്നതുകൊണ്ടും മാത്രമല്ലേ? GST എന്ന് പറയുന്നത് സാധാരണ രാജ്യങ്ങളിൽ വൺ കൺട്രി വൺ ടാക്സ് എന്ന് പറയുന്നതാണ് നമ്മളിപ്പോൾ അത് പ്രചരിപ്പിക്കുന്നത്. പക്ഷേ അത് പൂർണ്ണമായ അതിൻ്റെ അർത്ഥത്തിൽ വൺ കൺട്രി വൺ ടാക്സ് എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 കമ്പോണൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു ഇൻട്രാ സ്റ്റേറ്റ് സെയിൽ നടത്തുകയാണെങ്കിൽ CGST ഉണ്ട്, SGST ഉണ്ട്. അതല്ല ഇനി ഇൻ്റർ സ്റ്റേറ്റ് വരികയാണെങ്കിൽ IGST ഉണ്ട്. അപ്പോൾ അങ്ങനെ 3 കമ്പോണൻസ് ആയിട്ടുണ്ട്. പക്ഷേ അല്ല, അത് മാത്രമല്ലല്ലോ, ഇങ്ങനെ 3 കമ്പോണൻസ് എന്നത് മാത്രമല്ല, ഈ നികുതിയിൽ തന്നെ അങ്ങനെയുണ്ടല്ലോ. 5%, 12%, 18%, 28%, പിന്നെ വജ്രത്തിന് 0.25, അതുപോലെ സ്വർണത്തിന് 3%. ഇങ്ങനെ വരുമ്പോൾ 6 നികുതികൾ എന്ന രീതിയിൽ വരികയാണല്ലോ. ശരിയാണ്. അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഫെഡറൽ ടാക്സ് സ്ട്രക്ചറാണ് വരുന്നത്. നമ്മുടെ അതായത് സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് വഴിയായിട്ട് 2 പേർക്കും നികുതി ചുമത്താനുള്ള അധികാരമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓരോ ഇൻഡസ്ട്രീസിൻ്റെ റെപ്രസെൻറ്റേഷനും കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇങ്ങനെ 5 റേറ്റ്, അതായത് 0%, 5%, 12%, 18% ആൻഡ് 28%, അങ്ങനെ ഇങ്ങനെ 5 നികുതി റേറ്റുകളിലായിട്ട് വന്ന് നിൽക്കുന്നത്. പ്രശാന്ത് ജോസഫ്, അപ്പോൾ ഈ നികുതി നിർണയിച്ചു കഴിഞ്ഞു. പക്ഷേ ഈ നികുതി പിരിവിൽ ഇത് സുതാര്യമായി തന്നെ നടക്കും. അതുപോലെ തന്നെ ഓൺലൈൻ ആയതുകൊണ്ട് ക്രമക്കേടുകൾക്ക് സാധ്യത കുറവാണ്. പക്ഷേ ഈ വ്യാപാരികളും ഉപഭോക്താക്കളും പൂർണ്ണമായ രീതിയിൽ ഇത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമല്ലേ ഇതിൻ്റെ ഗുണം കിട്ടുകയുള്ളൂ. ഇപ്പോൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൽ ഉൾപ്പെടെ, അതുപോലെ തന്നെ ഈ ലാഭമെടുപ്പിന് വ്യാപാരികൾ, മനസ്സിലാക്കിയ വ്യാപാരികൾ, അവർ ലാഭമെടുപ്പിന് തയ്യാറാവുന്നു. ഈ ലാഭം ഉപഭോക്താക്കളിലേക്ക് നൽകാൻ തയ്യാറാകുന്നില്ല. ഇങ്ങനെയുള്ള സങ്കീർണതകൾ ആദ്യഘട്ടത്തിൽ ഉണ്ടാകുവാനുള്ള സാധ്യതയില്ലേ? പിന്നീട് അങ്ങോട്ട് പരിഹരിക്കുവാനും കഴിയും. അതെ, ആദ്യഘട്ടങ്ങളിൽ ഒരു നമ്മളിപ്പോൾ എക്സൈസ്, ഇപ്പോൾ GSTയുടെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സൈസ് ഡ്യൂട്ടി, അത് മാനുഫാക്ചർ ചെയ്യുന്ന തൊട്ടുള്ള നികുതികൾ പിന്നെയുള്ള ഡീലേഴ്സിന് എടുക്കാൻ പറ്റുമെന്നുള്ളത്, അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ GSTയിൽ പ്രൈസ് കുറഞ്ഞു വരും എന്ന് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും ഈ നമ്മുടെ എക്സൈസ് ഹോൾസെയിൽ ഡീലേഴ്സ് അവരുടെ എക്സൈസ് ഡ്യൂട്ടി വിലക്കുറവ് എന്ന രീതിയിൽ, അതായത് എക്സൈസ് ഡ്യൂട്ടി ക്രെഡിറ്റ് എടുക്കുന്നത് വിലക്കുറവ് എന്ന രീതിയിൽ ഡീലേഴ്സിലേക്ക് പാസ് ഓൺ ചെയ്താലേ ഇത് നടപ്പാവുകയുള്ളൂ.
പക്ഷേ അത് മോണിറ്റർ ചെയ്യാൻ ഒരു ആന്റി പ്രോഫിറ്റിയറിംഗ് ഉണ്ട്. പക്ഷെ അങ്ങനെ ഒരു ആന്റി പ്രോഫിറ്റേറിയൻ അതല്ല, അങ്ങനെ ഒരു സമിതി ഉണ്ട്. അവിടെ നമുക്ക് പരാതി കൊടുക്കാം. പക്ഷേ ആ പരാതി കൊടുക്കണമെങ്കിൽ ഇത് ഡൽഹിയിൽ മാത്രമാണല്ലോ ഇവരുടെ ആസ്ഥാനമുള്ളത്. അപ്പോൾ പരാതി നൽകുന്നതിൽ ചില സങ്കീർണതകളും ഇല്ലേ? ഉണ്ട്. കാരണം ആന്റി പ്രോഫിറ്റിയറിംഗ് ചട്ടങ്ങൾ ഇതുവരെ ഇപ്പോഴും ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി ഒരു 4 മാസം കൂടെ എടുക്കുമായിരിക്കും. അപ്പോൾ ആ സ്റ്റേറ്റ് ലെവലിൽ എത്രമാത്രം അത് മോണിറ്റർ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ശ്രീ അസീസ്, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ, ഏറ്റവും വലിയ പരാതി ഹോട്ടൽ ഉടമകളുടെ ഭാഗത്തു നിന്നും എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് ആശങ്കയോടെ കാണുന്നത് GST വരുന്നതിനെ? കേരളത്തെ സംബന്ധിച്ച് ഇപ്പോൾ നിലവിൽ കേരള വാറ്റ് സിസ്റ്റം അനുസരിച്ച് വെറും 0.5 പിന്നെ ഇത് കോമ്പൗണ്ടിങ് സിസ്റ്റമാണ് നിലവിലിരുന്നത്, പ്രത്യേകിച്ച് ചെറുകിട മിഡിൽ ക്ലാസ് ഹോട്ടലുകളെ സംബന്ധിച്ച്. ആ സ്ഥാനത്താണ് ഒരു യാതൊരു ഇതുമില്ലാതെ 5% മുതൽ 18% വരെ നികുതിയിലേക്ക് നാം മാറേണ്ടി വന്നിരിക്കുന്നത്. ഈ 5% എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയതാണ്. അതായത് 20 ലക്ഷം മുതൽ 20 ലക്ഷം വരെ ടാക്സ് എക്സംഷനാണ്. 20 ലക്ഷം മുതൽ 75 ലക്ഷം വരെ മാത്രമാണ് ഈ 5%. 75 ലക്ഷത്തിന് മുകളിലുള്ള എല്ലാ കച്ചവടക്കാർക്കും 12% നികുതി നിലവിൽ. അതായത് വ്യക്തമായി പറഞ്ഞാൽ ഇപ്പോൾ 0.5 അടക്കുന്ന മിക്കവാറും 90% ഹോട്ടലുകളും 12% നികുതി അടക്കേണ്ടതായി വരും. അപ്പോൾ തീർച്ചയായും ഹോട്ടലുകളിൽ ഇപ്പോൾ നിലവിലുള്ള വേയിൽ നിന്ന് 12% നികുതി വർദ്ധിപ്പിച്ച് ചാർജ് ചെയ്യേണ്ടതായി, അതായത് വില നിശ്ചയിക്കേണ്ടതായി വരും. അതല്ലെങ്കിൽ വാറ്റ്, അതായത് GST എന്ന് പറഞ്ഞ് പ്രത്യേകം ഒരു ബില്ലിംഗ് സിസ്റ്റം ഉണ്ടാക്കി ആ രീതിയിൽ ഉപഭോക്താവിൽ നിന്ന് ശേഖരിക്കേണ്ടതായും വരും. അത് നമ്മുടെ ബഹുമാനപ്പെട്ട കേരള ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഹോട്ടലുകളെ സംബന്ധിച്ച് എന്ത് തന്നെയായാലും സാധാരണക്കാരുടെ തലയിലേക്ക് ഈ ടാക്സ് GST നേരിട്ട് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ധനമന്ത്രി ഇപ്പോൾ പല അഭിമുഖങ്ങളിലും അദ്ദേഹം പറയുന്നത് അദ്ദേഹം വളരെയധികം പോസിറ്റീവായിട്ട് തന്നെയാണ് GSTയെ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ പലതും അംഗീകരിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ വ്യാപാരികൾക്കും വ്യവസായികൾക്കും ഉണ്ടായിരിക്കുന്ന ആശങ്ക അത് ശരിയായ കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എന്നും ധനമന്ത്രി പറയുന്നുണ്ട്. ഇപ്പോൾ 18% കാര്യം പറയുമ്പോൾ നേരത്തെ വാറ്റ് അനുസരിച്ച് 14% കൊടുത്തുകൊണ്ടിരുന്ന സ്ഥലത്ത് 18% ആകുന്നു എന്ന് വ്യവസായികളും മറ്റും ആശങ്കപ്പെടുന്നു. പക്ഷേ നേരത്തെ നിങ്ങൾ അത്രയും നികുതിയല്ല അതിന് മേലുള്ള പരോക്ഷ നികുതികൾ കൊടുത്തിരുന്നു എന്നാണ് ധനമന്ത്രി ഉദാഹരണ സഹിതം ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ നിന്ന് 18 കുറയുകയാണ് ചെയ്തതെന്ന് അദ്ദേഹം പറയുന്നു. കാരണം അദ്ദേഹം ഈ കൗൺസിലിൽ ഉണ്ടായിരുന്നയാളാണ്. അവിടെ അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ പലതും അംഗീകരിക്കപ്പെട്ടിരുന്നു. വ്യവസായികൾക്കും ഒപ്പം ഉപഭോക്താക്കൾക്കും സർക്കാരിനും ഗുണം കിട്ടുന്ന നിർദ്ദേശങ്ങൾ അദ്ദേഹം ഉന്നയിക്കുകയും അംഗീകാരം നേടിയെടുക്കുകയും ചെയ്തിരുന്നു. ഒടുവിൽ പ്രധാനമന്ത്രി വരെ അദ്ദേഹത്തെ അഭിനന്ദിച്ചതാണ് ഇക്കാര്യത്തിൽ. അപ്പോൾ ഈ വ്യാപാരികൾക്കും വ്യവസായികൾക്കും ഉണ്ടാകുന്ന ആശങ്ക ഇത് തുടക്കത്തിലുള്ള ആശങ്കയാണ്. ഇങ്ങനെ ഉണ്ടാകുമോ എന്നുള്ള ഒരാശങ്ക അത് ദൂരീകരിക്കപ്പെടും. നിങ്ങൾക്ക് ഗുണമുണ്ടാകുന്ന മറ്റൊരു കാര്യം കൂടി നൽകിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ റിട്ടേൺ സമർപ്പിക്കേണ്ടത് സെപ്റ്റംബർ 10 കൊടുത്താൽ മതി, ആദ്യ റിട്ടേൺ. ഇങ്ങനെ ആശങ്ക ഒഴിവാക്കുവാനുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ കാത്തിരിക്കുക എന്ന് എന്തുകൊണ്ട് നിങ്ങൾ കരുതുന്നില്ല? കാത്തിരുന്ന് കാണാം എന്ന് തുടക്കത്തിൽ എല്ലാ രാജ്യങ്ങളിലും ഇങ്ങനെ GST നടപ്പാക്കിയപ്പോൾ ആശങ്ക ഉണ്ടായിരുന്നതാണ്. അത് പിന്നീട് പരിഹരിക്കുകയാണ് ചെയ്തത്. ശരി തന്നെയാണ്. അദ്ദേഹം നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ പറയുമ്പോൾ തന്നെ അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് ഹോട്ടൽ മേഖലയിലെ അതായത് അപ്രായോഗികത ഞാൻ കേന്ദ്ര ധനമന്ത്രിയെ ചൂണ്ടിക്കാണിച്ചെന്നും അദ്ദേഹം പക്ഷേ അതിൽ ഇടപെടാൻ സന്നദ്ധനായില്ല. കാര്യം കേന്ദ്രത്തിൻ്റെ നികുതി നഷ്ടം കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹം അതിനെക്കുറിച്ച് കൂടുതലായി ഡിസ്കഷന് നിന്നില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. തീർച്ചയായും ഒരു കാര്യം ഉറപ്പാണ് ഹോട്ടലുകളെ സംബന്ധിച്ച്. കാര്യം മറ്റ് മേഖല പോലെയല്ല. മറ്റൊരു അസാങ്കേതികത ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഒരേ ബിൽഡിങ്ങിൽ തന്നെ AC ഉള്ള റെസ്റ്റോറൻറ്റും ഉണ്ട്, നോൺ AC ഉള്ള റെസ്റ്റോറൻറ്റ് ഉണ്ട്. 2 റൂമുകളായിരിക്കാം അത്. പക്ഷേ ഈ 2 റൂമുകളിലേക്കും ഭക്ഷണം പാകം ചെയ്യുന്നത് ഒരു അടുക്കളയിൽ നിന്നാണ്. എന്നാൽ 2 സ്ഥലത്തും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന 2 ഉപഭോക്താവിന് ഒരാൾക്ക് 12% നികുതി ചുമത്തുമ്പോൾ മറ്റൊരാൾക്ക് 18% നികുതിയായി ചുമത്തേണ്ടതായി വരും. എന്നാൽ ഈ ഹോട്ടലിൽ നിന്ന് ഒരാൾ പാഴ്സൽ വാങ്ങിച്ചു കൊണ്ടുപോയാൽ അദ്ദേഹത്തിന് ഈ 12% നികുതി ചുമത്തണോ അതോ 18% നികുതി ചുമത്തണോ? ഇങ്ങനെയുള്ള ആശങ്കകൾ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആശങ്കകൾ ഒരുപടിയുണ്ട്. ദൂരീകരിക്കാൻ പറ്റാവുന്ന ആശങ്കകളാണ്. മറ്റൊരു കാര്യം, ഇപ്പോൾ ചില ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ശ്രീ ഉണ്ണികൃഷ്ണൻ, ഹോട്ടൽ പാരഗൺ ഉടമ ശ്രീ ഉണ്ണികൃഷ്ണൻ, ചില ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഹോട്ടൽ ഉടമകൾ
കടകൾ അടച്ച് സമരം നടത്തിയിരുന്നു ഈ GST വരുന്നതിനെതിരെ. അവർ ഉന്നയിച്ച വാദം ഈ 14.5% വാറ്റിന്റെ സ്ഥാനത്ത് 28% വരെ GST അടക്കേണ്ടി വരും. ഇതായിരുന്നു ആശങ്ക. പക്ഷേ മറ്റ് നികുതികളുടെ കാര്യം ഇവർ മറക്കുകയാണ്. ഇക്കാര്യം കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികളും ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്. മറ്റ് നികുതികളുടെ കാര്യം മറന്നു. ഈ ലക്ഷറി ടാക്സ്, സർവീസ് ടാക്സ്, ഭക്ഷണത്തിനുള്ള വാറ്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം മറക്കുകയാണ്. ഇത്തരത്തിലുള്ള പരോക്ഷ നികുതികളെല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് ഈ 18% വരുന്നത്. അപ്പോൾ എന്തിനാണ് ഈ ആശങ്ക? ഭക്ഷണത്തിൻ്റെ വില കൂടും എന്നുള്ള ആശങ്ക എന്തിന് പങ്കുവയ്ക്കുന്നു? ആദ്യമായിട്ട് ഞാൻ പറഞ്ഞോട്ട് പാരഗണിൻ്റെ ഓണറല്ല, ഞാൻ ഒരു അഡ്വൈസറാണ്, പാരഗൺ ഹോട്ടൽസിൻ്റെ അഡ്വൈസറാണ്. രണ്ടാമതായിട്ട് ഈ ഡിവിഷൻ ഓഫ് റെസ്റ്റോറൻറ്റ്സിന് AC ബേസിസിൽ AC റെസ്റ്റോറൻറ്റ്, നോൺ AC റെസ്റ്റോറൻറ്റ് എന്നുള്ള ബേസിസിൽ അത് ഡിവൈഡ് ചെയ്തതിൽ തന്നെ ഒരു അപാകത നിലനിൽക്കുന്നുണ്ട്. കാരണം ശരിക്കും അതിൻ്റെ ഡിവിഷൻ വേണ്ടിയിരുന്നത് ഫൈൻ ഡൈനിങ് റെസ്റ്റോറൻറ്റ്, കാഷ്വൽ ഡൈനിങ് റെസ്റ്റോറൻറ്റ് എന്നുള്ള രീതിയിലായിരുന്നു ആ ഡിവിഷൻ വേണ്ടിയിരുന്നത്. അതിനുള്ള ക്ലാസിഫിക്കേഷനാണ് വേണ്ടിയിരുന്നത്. അപ്പോൾ ഇതുവരെയുള്ള നികുതി എങ്ങനെയാണെന്ന് വെച്ചാൽ കോമ്പൗണ്ടിങ് നികുതിയിൽ കാഷ്വൽ ഡൈനിങ് റെസ്റ്റോറൻറ്റ്സിനൊക്കെ കോമ്പൗണ്ടിങ് നികുതിയിലേക്ക് പോകാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. 0.5% ആയിരുന്നു ആ കോമ്പൗണ്ടിങ് നികുതി ഉണ്ടായിരുന്നത്. പക്ഷേ അത് റെസ്റ്റോറൻറ്റ്സ് അബ്സോർബ് ചെയ്യുമായിരുന്നു ആ നികുതി 0.5%. വേറസ് നമ്മുടെ മറ്റുള്ള നികുതി, കുക്ക്ഡ് ഫുഡിൻ്റെ നികുതി 5% കുക്ക്ഡ് ഫുഡിൻ്റെ നികുതി ഉണ്ടായിരുന്നത്. അപ്പോൾ ആ 5% നികുതിയുടെ ഇതിൽ ആണ് 0.5% കോമ്പൗണ്ടിങ്ങിൻ്റെ ബെനിഫിറ്റ് റെസ്റ്റോറൻറ്റ്സ് മറ്റുള്ളവർക്ക് പാസ് ചെയ്യാണ്ടിരുന്നത്. സർവീസ് ടാക്സ് മേഖലയിൽ 6% നികുതി. അപ്പോൾ ഇവിടെ നോൺ AC റെസ്റ്റോറൻറ്റ്സിന് ഒരു നികുതി ഉണ്ടായിരുന്നില്ല ഇത്രയും കാലം. 0.5% പാസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് കൊടുക്കേണ്ടി വന്നിട്ടില്ല. അതേമാതിരി തന്നെ നോൺ ACക്ക് മറ്റേ സർവീസ് ടാക്സും ഉണ്ടായിരുന്നില്ല. ആ സ്ഥാനത്താണ് ഇതിപ്പോൾ മൊത്തത്തിൽ 12% നികുതിയായിട്ട് വർദ്ധിക്കുന്നത്. അത് ഒരിക്കലും റെസ്റ്റോറൻറ്റ്സ് അക്സെപ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് അതൊക്കെ കസ്റ്റമേഴ്സിൻ്റെ തലയിൽ തന്നെയാണ് അത് പോയി ഇരിക്കുക. പിന്നെ AC റെസ്റ്റോറൻറ്റ്സിൽ അത് 18% ആവുന്നു. അവിടെ വെച്ചിട്ട് അതിനൊരു ചെറിയൊരു ഇതുണ്ട്. കാരണം ഇന്നിപ്പോൾ 5 സ്റ്റാർ റെസ്റ്റോറൻറ്റ്സിന് പോലും 18% നികുതി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് 14.5% ഉണ്ടായിരുന്ന വാറ്റും പിന്നെ അതേപോലെ തന്നെ സർവീസ് ടാക്സും ചേർന്ന് 20.5% ഉണ്ടായിരുന്നതിന് 18% കുറയാണ് അവരുടെ നികുതി ഉണ്ടാവുന്നത്. പക്ഷേ കാഷ്വൽ ഡൈനിങ്ങിൽ അത് വല്ലാത്തൊരു ഇൻക്രീസാണ് ഉണ്ടാവാൻ പോകുന്നത്. ശരി, ശ്രീ MP അഹമ്മദ്, സ്വർണത്തിന് പ്രത്യേക നികുതിയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ ആവശ്യപ്പെട്ടതിനേക്കാൾ 1% കൂടുതലാണല്ലോ ഇത്. 2% അല്ലേ ആവശ്യപ്പെട്ടിരുന്നത്? അതിൻ്റെ സ്ഥാനത്ത് 3% നികുതി ഏർപ്പെടുത്തിയിരിക്കുകയാണ്. പക്ഷേ കോമ്പൗണ്ടിങ് കൂടി ചേർത്ത് നോക്കുകയാണെങ്കിൽ സ്വർണത്തിൻ്റെ വില എത്ര കണ്ട് ഉയരാൻ സാധ്യതയുണ്ട് ഈ നികുതി വർധനവിലൂടെ? ഏകദേശം 1% നികുതി വർധനവിനാണ്